ഏകീകൃത കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി വൈദിക സമിതി യോഗത്തിനിടെ പ്രതിഷേധം. സിനഡ് അനുകൂലികളാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജൂലൈ 3-നകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. സീറോ മലബാർ സഭ ബിഷപ്പ് ഹൗസിൽ വൈദിക സമിതി യോഗത്തിനായി വൈദികർ എത്തിയപ്പോഴാണ് പ്രതിഷേധം ആരംഭിച്ചത്. സിനഡ് തീരുമാനം നടപ്പിലാക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള വൈദികർ രാജിവെക്കണമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർ വൈദികരുടെ കാർ തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. 40ഓളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാധാനപരമായി സിനഡ് തീരുമാനം, മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനായജ്ഞം നടത്തിയ ആളുകളെ ബലാത്കാരമായി അറസ്റ്റ് ചെയ്തു. ഒരു പാവപ്പെട്ട സഹോദരന് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ജൂലൈ 3-നകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഇതുവരെയുള്ള ചർച്ചകൾ വിജയകരമാണ്. ചർച്ചകൾ ഇനിയും തുടരുമെന്നും കുര്യാക്കോസ് മുണ്ടാടൻ കൂട്ടിച്ചേർത്തു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പോണേ. ഇനി തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടാകും. മറ്റു വൈദികരെ എല്ലാവരെയും കേൾക്കും. അതിനുശേഷം സാവധാനം ജൂലൈ 3-നകം ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. രാവിലെ ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തിയ പ്രതിഷേധക്കാർ വൈകിട്ട് യോഗം തീരുന്നതുവരെ സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ തുടർന്നു. ഇതിനിടെ വൈദികരെ അനുകൂലിക്കുന്നവരും സ്ഥലത്തെത്തി. സംഘർഷം ഒഴിവാക്കാൻ വൈദിക പക്ഷത്തുള്ള വിശ്വാസികളെ പള്ളിക്ക് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ജനം, കൊച്ചി.